ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യൂൻസ് കോൾസ്. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തു എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെല്ലാവരും നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ ആയിത്തീരണം എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എത്തിപ്പിടിക്കാൻ സഹായിക്കും. സോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6 കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാണ് എനിക്ക്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ മണി മാനേജ്മെൻ്റ് ആണ്. നമ്മളുടെ 20കളിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് പോക്കറ്റ് മണി അല്ലെങ്കിൽ കിട്ടിയ ജോബിൻ്റെ സാലറിയൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാണ്. നമ്മളുടെ 20സിൽ നമ്മളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, നമുക്ക് വലിയ സമ്പാദ്യങ്ങളില്ല, ഇനി ഉള്ളതാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസിന് മാത്രമാകുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്ര ചെറിയ അല്ലെങ്കിൽ എത്ര വലിയ വരുമാനമുള്ള ഒരാളാണെങ്കിലും മന്ത്ലി നമ്മുടെ സാലറിയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 1000 റുപ്പീസ് സേവിങ്സിനായിട്ട് മാറ്റി വെക്കുക. ഇനി സമ്പാദിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങാൻ പറ്റും. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു ചെറിയ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഒരു ഫ്രീഡം തരും. നമ്മൾ ആ ഒരു ചെറിയ പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് പൈസ സമ്പാദിക്കാനും പൈസ മാനേജ് ചെയ്യാനും പഠിക്കുക. അത് നമ്മുടെ 20സിൽ തന്നെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക എന്നതാണ്. ദിവസവും ഒത്തിരി പാക്കറ്റ് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്യുമോ? ഇല്ല, അത് നമുക്കറിയാം. എന്നാലും ടേസ്റ്റ് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഭക്ഷണ രീതികൾ കാരണം നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് റിലേറ്റഡ് നിരവധി അസുഖങ്ങൾ നമുക്കിപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ പ്രായത്തിൽ നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കതിനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. എസ്പെഷ്യലി നിങ്ങളിപ്പം ഡെയിലി കുറച്ച് നട്ട്സൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. കുറച്ച് ആൽമണ്ട്സൊക്കെ മേടിച്ചൊന്ന് സോക്ക് ചെയ്ത് ഒരു 5-6 എണ്ണമൊക്കെ ദിവസവും കഴിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് എല്ലാം ഒന്നിച്ചൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ വെൽബീയിങ്ങിനായിട്ട് നമ്മൾ എന്തൊക്കെയോ കൃത്യമായി ചെയ്യുന്നു. അത് നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ആൻഡ് സ്ട്രെങ്ത് തരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 4 hours ഡീപ്പ് വർക്ക് കോൺസെപ്റ്റ്. നമ്മളിൽ പലരും ഈ ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എവ്രിഡേ ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യത്തിന് നമ്മൾ 4 മണിക്കൂർ മാറ്റിവെച്ചാൽ ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നാണ്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. ഏത് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ദിവസം ഒരു 4 മണിക്കൂർ ആ ഒരു കാര്യത്തിനായി മാറ്റി വെക്കുക. രാവിലെ ഒരു 2 മണിക്കൂർ, വൈകുന്നേരം ഒരു 2 മണിക്കൂർ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അങ്ങനെ പഠിച്ചു നോക്കുമ്പം നമുക്ക് ആ ഒരു 4 hours ഡീപ്പ് വർക്ക് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ഫോക്കസും നമ്മുടെ കോൺസെൻട്രേഷനും അതുപോലെ നമ്മൾ ആ കാര്യത്തിൽ വിജയിക്കാനുള്ള സാധ്യതയും വളരെയധികം വർദ്ധിക്കുമെന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ്. നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ട് കേട്ട് വരുന്നൊരു കാര്യമാണല്ലേ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സമയം പറക്കുവാണോ, എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും 24 hours ആണ്. പക്ഷെ നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. എന്തുകൊണ്ടാണ്, എവിടെയാണ് നമ്മുടെ ഈ സമയം മുഴുവൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഫോണിലാണ്. നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സിൽ പോയിട്ട് അതിൽ ഡിജിറ്റൽ വെൽബീയിങ് ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ ഒരു ദിവസം എത്ര സമയം എന്തൊക്കെ കാര്യങ്ങളിൽ ഫോണിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അതൊന്ന് നോക്കുക. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അനാവശ്യമായി ഒരുപാട് സമയം നമ്മുടെ ഫോണിൽ കളയുന്നുണ്ട്. ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമുക്കുള്ള സമയത്ത് നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോൾ ആ സമയത്ത് ഇരുന്ന് പഠിക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമാണെങ്കിൽ പഠിക്കാം, സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കാം. പക്ഷേ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഹോബി ആ സമയത്ത് കൂടുതൽ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ പഠിക്കാം.
എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിലോട്ട് നിങ്ങൾ ആ സമയത്തെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ അഡിക്ഷനെ മാറ്റാൻ പറ്റും, നിങ്ങൾക്ക് ബെറ്റർ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. സോ ട്രൈ ഇറ്റ്. അടുത്തൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് ആൻഡ് യോഗ. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് ന്യൂറോ റിലേറ്റഡ് ഇഷ്യൂസ് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ജോബിൽ നിന്ന് ഒരു 1.5 മാസം ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ ലിറ്ററലി പറഞ്ഞാൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും അധികം പറ്റുന്നില്ലായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന തിരക്കുകളേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ. നമ്മൾ ഇപ്പോൾ എവറിഡേ ലൈഫിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ, നമുക്കൊന്നിനും സമയമില്ല. എന്നാൽ നേരെ മറിച്ച് നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ നമ്മൾ റെസ്റ്റ് എടുക്കും. പക്ഷേ വീണ്ടും നമ്മൾ ആ ഓട്ടത്തിലോട്ട് പോകുന്നേ ഉള്ളൂ. അതിനൊരു പരിഹാരം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദിവസം ഒരു 15 മിനിറ്റ് സ്പീഡിൽ ടൈമർ വെച്ചിട്ട് നടക്കാൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ടത് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മെഡിസിനൊക്കെ നിർത്തി. എനിക്ക് തന്നെ ആ ഒരു വെൽബീയിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് എന്തുമാത്രം മെൻ്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായ ഒരു ഫേസായിരുന്നത്. ഞാൻ അതിനുശേഷം യോഗ പഠിച്ചു. അതും എൻ്റെ ഒരുപാട് മെൻ്റൽ ഹെൽത്തിനും സഹായിച്ചു. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കുറച്ച് സമയം നടക്കാനോ എന്തെങ്കിലും സ്ട്രെച്ചസ് ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ യോഗ ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റി വെക്കുക. ഒരു 15 മിനിറ്റ് മതി. അത് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ജീവിതത്തിൽ. സോ ട്രൈ ഇറ്റ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു റുട്ടീൻ ഉണ്ടായിരിക്കുക. നമുക്ക് എണീക്കാനും ഉറങ്ങാനും ഒക്കെ ഒരു കൃത്യസമയം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ഒരു ദിവസമൊക്കെ പറ്റും, പക്ഷേ എന്നും രാവിലെ എണീക്കാൻ എനിക്ക് മടിയാണ്, ഒട്ടും പറ്റത്തില്ല. ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഒരു 30 ദിവസം എങ്ങനെയെങ്കിലും അത് ചെയ്തെടുക്കാൻ ശ്രമിക്കാമെന്ന് ഓർത്തു. അതിൽ ഞാൻ ചെയ്തൊരു കാര്യം, എനിക്കൊരു 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം വേണം. അതെല്ലാവർക്കും അത് വേണം. അതാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എണീക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം, ആ സമയം ക്രമീകരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 7 മണിക്കാണ് എന്നും എണീക്കുന്നതെങ്കിൽ അതൊരു 6:45 ആക്കുക, 6:15 ആക്കുക, 6:30 ആക്കുക. അങ്ങനെ നമ്മൾ പുറകോട്ട് എടുത്തെടുത്ത് നമ്മൾ എണീക്കാൻ ശ്രമിക്കുക ഒരു 6 മണിക്ക്. അപ്പം നമുക്ക് ഗ്രാജുവലി അങ്ങനെ എണീക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ 20 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.